എല്ലാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖിലുകാർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം കുറേ ലൈക്ക് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ അത്യാവശ്യം കാണും. അപ്പോൾ യൂട്യൂബിൽ ഒരു ഇത് കണ്ട്, അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഈ മാസം ആദരവായ ഹബീബായ പുന്നാരപ്പൂത്തിങ്കൾ താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട മാസമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി അറിവില്ലായ്മ കൊണ്ടോ എന്തോന്നറിയില്ല ഒരു പോസ്റ്റ് ഇട്ടാണ്ട് അതിന് മറുപടി കൊടുക്കാതിരിക്കുമ്പോൾ റസൂലുള്ളാഹിനോടുള്ളൊരു ആദരവ് കടല്ലേ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. കാരണം നമുക്ക് അവരെ പോസ്റ്റ് തന്നെ മറുപടി കൊടുക്കാനാവില്ലല്ലോ, അവരെ നമ്പറോ കാര്യമൊന്നും ഉണ്ടാവില്ല. അതായത് അവരിട്ട പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുന്നാര ഹബീബ് വഫാത്തായ ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ റബീഉൽ അവ്വൽ 12 അന്ന് എന്താണ് ഇങ്ങനെ ഒരു ആഘോഷമാക്കിയിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആദ്യം ഞാൻ ആ വ്യക്തിയോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഹബീബിൻ്റെ കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ശരിയായ മരണമല്ല. അതായത് ദുനിയാവിൽ നിന്ന് നമ്മളെ റൂഹിനെ തൽക്കാലം പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആരും മരിക്കുന്ന സമയത്ത് റൂഹിനെ കൊന്നു എന്ന് പറയുന്നില്ല, റൂഹിനെ പിടിച്ച് എന്നാണ് പറയുന്നത്. ഒരു ശരീരത്തിലുള്ള റൂഹിനെ, ജീവനെ പിടിച്ചു കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. റൂഹിനെ പിടിക്കലും റൂഹിൻ്റെ മരണവും രണ്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഈ അനക്കങ്ങളും ഈ ശ്വാസങ്ങളും ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാ കഴിവുമുള്ള ആ റൂഹിനെ ശരീരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകണം. അപ്പോൾ മരണം എന്ന് പറയുന്നത് ശരിയായ മരണം ഇതെപ്പോൾ സംഭവിക്കാൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതായത് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വൽ 12 വഫാത്തായി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളിൽ നിന്ന്, അതായത് വിട്ടു പിരിയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം വേണ്ടത്, അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം വേണ്ടത് അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകാമെന്നുള്ളതാണ്. അള്ളാഹിൻ്റെ അടുത്തേക്ക് പോക്കാണ് ഏറ്റവും വലിയ സന്തോഷം, അള്ളാഹിനെ കാണുന്നത്. അപ്പോൾ ഹബീബ് അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയ ദിവസമാണ് റബീഉൽ അവ്വൽ 12. അല്ലാതെ അപ്പോൾ അതിന് ഒരു തെളിവ് ഞാൻ പറഞ്ഞില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹിൻ്റെ പുന്നാര മോള് അരികത്ത് ഇരുന്നിട്ട് ഫാത്തിമ ബീവി ഇങ്ങനെ കരയാണ്. അപ്പോൾ കരയുമ്പോൾ റസൂൽ ചോദിക്കുക, എന്തിനാ ഫാത്തിമ അവിടുന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞ് റസൂലുള്ളാഹിനെ വിട്ടുപിരിയുന്ന വിഷമം കൊണ്ട്, റസൂലുള്ള വഫാത്താകുന്ന വിഷമം കൊണ്ട് കരയുന്നതെന്ന് പറഞ്ഞു. അപ്പാണ് പറയുന്നത്, അത് റസൂലുള്ളാഹിക്ക് അറിയാൻ പറ്റാഞ്ഞിട്ടല്ല, അത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ള ചോദിക്കുന്നതും ആ അവസരങ്ങളൊക്കെ വന്നത്. ഇതുപോലുള്ള ആൾക്കാർക്കുള്ള മറുപടി ആയിട്ടാണ് അന്നേരം. അതുകൊണ്ടാണ് ആ സംഭവം അള്ളാഹ് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത്. അതായത് ഫാത്തിമ ബീവി കരയുമ്പോൾ റസൂൽ ചോദിക്കുന്നു, എന്തിനാ സങ്കടപ്പെടുന്നത്? അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞ് റസൂലുള്ള വിട്ടുപിരിയുന്ന വിഷമം കൊണ്ട്, അതായത് വഫാത്താകുന്ന വിഷമം കൊണ്ടുള്ള കരച്ചിലാന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് ഫാത്തിമയായിരിക്കും. അപ്പം ഫാത്തിമ ബീവി എന്തെന്നൊന്നില്ലാതെ ആനന്ദിച്ചു എന്ന് നിങ്ങൾക്ക് ഹദീസുകളിൽ തപ്പിയാക്കാം. അതായത് ആദ്യമായിട്ട് ഇനി മരിക്കുക ഫാത്തിമ ബീവിയാണെന്ന് റസൂല് പറഞ്ഞപ്പോൾ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഫാത്തിമ ബീവിക്ക് സന്തോഷം ഉണ്ടായത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മരണം, അതേപോലെ മുസ്ലിങ്ങളെ മരണം വ്യസനമല്ല. ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ മരിക്കുക, ഈമാനുണ്ട് എന്നുള്ള ഒരു ഉറപ്പോടുകൂടി മരിക്കുന്ന ഒരുത്തനിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. അതിൽപ്പെട്ടതാണ് സഹാബാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളെല്ലാം. അവർക്ക് മരണത്തിനെ പറ്റി ഒരു പേടിയില്ല, മരണത്തിന് സന്തോഷമാണ്. ബദറിൽ പങ്കെടുത്ത, ഉഹദിൽ പങ്കെടുത്ത ഒരുപാട് സഹാബിമാർ ഷഹീദാവാൻ പറ്റായിട്ട്
വാള് കൊണ്ടുവന്നിട്ട് പാറക്കടിച്ച് പൊട്ടിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ആ യുദ്ധത്തിൽ എനിക്ക് ഷഹീദാവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് പറയാൻ കുറേ ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ ആദ്യമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. പിന്നെ ഓരോ ശുഹദാക്കളും യുദ്ധങ്ങളിൽ പങ്കെടുത്തത് അവിടുന്ന് വിജയിച്ചിട്ട് വന്നിട്ട് പൂമാല കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവിടെ പോയി ഷഹീദാകാൻ വേണ്ടിയിട്ട്. അപ്പം മരണം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം അങ്ങേയറ്റം ദുഃഖിക്കേണ്ട ഒരു കാര്യമല്ല, വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക.